എല്ലാവർക്കും നമസ്കാരം. ആസ്പയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റി ആൻഡ് ബ്രെയിൻ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചെറിയൊരു കഥ പോലെ ഒന്ന് പറയാം. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു അമ്മ അവരുടെ മകനെയും കൊണ്ടുവന്നിരുന്നു. ഏകദേശം 4-5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അവർ വളരെയധികം ടെൻഷനിലും അതുപോലെ തന്നെ സങ്കടപ്പെട്ടുമാണ് വന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇരിക്കൂ, സമാധാനമായിട്ട് ഇരിക്കൂ, എന്നിട്ട് കാര്യങ്ങൾ പറയൂ. അപ്പോൾ അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ മകന് എത്ര പഠിച്ചിട്ടും അവൻ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. രാത്രി 12 മണിവരെയൊക്കെ അവൻ ഇരുന്ന് പഠിക്കുന്നുണ്ട് മാഡം. പക്ഷെ പിറ്റത്തെ ദിവസം ക്ലാസ്സിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവന് ടീച്ചർ ചോദിച്ചാൽ ഒന്നും പറയാൻ കിട്ടാറില്ല. പരീക്ഷ എടുത്താൽ അവനൊന്നും എഴുതാൻ പറ്റുന്നില്ല. എന്താണ് എൻ്റെ കുഞ്ഞിന് പറ്റിയത്, അവൻ എന്താണ് തകരാറ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അവർ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സമാധാനിക്കും. ഞാൻ അവർക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സമാധാനമായിട്ടിരിക്കും, ഞാൻ നിങ്ങളുടെ മകൻ്റെ ഒരു അസസ്മെൻ്റ് എടുത്ത് നോക്കട്ടെ, അതിനുശേഷം എന്താണ് അവൻ്റെ പ്രോബ്ലം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ കുഞ്ഞിൻ്റെ അസസ്മെൻ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവൻ ലേണിംഗ് ഡിസബിലിറ്റിയിലെ ഫീച്ചേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ പുവർ മെമ്മറി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ പുവർ മെമ്മറി ഉള്ളതുകൊണ്ടാണ് അധികവും ഇതുപോലെയുള്ള കുട്ടികൾക്ക് പഠിച്ചത് പെട്ടെന്ന് അവർ മറന്നു പോകും. അതിനുശേഷം അവർക്ക് പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാനായിട്ട് കിട്ടില്ല, അല്ലെങ്കിൽ എഴുതാനായിട്ട് കിട്ടില്ല. അവർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് സ്റ്റക്കായി പോകും. പിന്നെ അവിടെ വെച്ചിട്ട് അവരെങ്ങനെ ആലോചിച്ചിരിക്കും, എന്തുകൊണ്ട് അടുത്ത് ഞാൻ അടുത്തത് എന്തെഴുതും എന്നുള്ള ഒരു ടെൻഷനിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊക്കെയാണ് നിങ്ങളുടെ കുട്ടിയുടെ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾ തീർക്കാൻ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ക്ലാസ്സിന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇത് മാറ്റിയെടുക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഇത് തീരില്ല. കണ്ടിന്യൂസ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഈ കുഞ്ഞിൻ്റെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുത്ത് നമുക്ക് അവനെ റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു പോയി. പിറ്റത്തെ ദിവസം മുതൽ അവർ കുട്ടിയെ ക്ലാസ്സിന് വിടാനും തുടങ്ങി. ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിപ്പിച്ചു തുടങ്ങണം. അതായത് ആൽഫബറ്റ്സ് മുതൽ നമ്മൾ പഠിപ്പിക്കണം. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും നമ്മൾ സ്പെല്ലിങ്ങിൻ്റെ റൂളൊക്കെ വെച്ചിട്ടാണ് ഇതുപോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ വീട്ടിൽ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ സാധാരണ ഒരു ട്യൂഷൻ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതോ മാതിരിയല്ല എന്നെ മാതിരിയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് പഠിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഇവരെ പഠിപ്പിക്കാനായിട്ടുള്ള സർട്ടൻ റൂൾസ് ഉണ്ട്. അതായത് മാത്സ് പഠിപ്പിക്കുന്നതിന് ചില മെത്തേഡുകളുണ്ട്, ഇംഗ്ലീഷോ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നതിന് വേറെ മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളിൽ കൂടെ പോകുമ്പോൾ അവർക്ക് നല്ല രീതിയിൽ മാറ്റം വരും. അതുമാത്രമല്ല, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ സാധാരണ അവരെ നമ്മളുടെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരോട് ബഹളം ഉണ്ടാക്കാതെ, വഴക്ക് പറയാതെ, സ്നേഹത്തോടു കൂടിയിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ അവരിൽ നല്ല മാറ്റങ്ങൾ വരും. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇതുപോലെയുള്ള പാരൻസിനോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അതുപോലെ തന്നെ വീട്ടിൽ, അതായത് കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക ആദ്യം തന്നെ. പിന്നെ പതുക്കെ അവരോട് പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ, ടാസ്കുകൾ കൊടുത്തുകൊണ്ട് വേണം അവരെ പഠനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരു പാരഗ്രാഫിൽ ഒരു 10-12 വേർഡ്സ് എടുത്തു കൊടുത്ത്, ഇത് വേഗം നീ പഠിക്കണം, ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് ഡിക്റ്റേഷൻ എടുക്കും, അപ്പോൾ ഇത് ശരിയാക്കണം എന്ന് നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. 12 വാക്ക് പോയിട്ട് ചിലപ്പോൾ 2 വാക്ക് പോലും അവർക്ക് കൃത്യമായിട്ട് പഠിച്ച് എഴുതാനായിട്ട് കഴിയില്ല. അതാണ് അവരുടെ പ്രശ്നവും. അതാണല്ലോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും അവർക്ക് പ്രഷർ കൊടുക്കാതെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് തന്നെ അവരുടെ ഈ പ്രശ്നങ്ങൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ആരാണോ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് അവർ ചെയ്യേണ്ടത്, തെറ്റ് വന്നാലും അവരെ വഴക്ക് പറയാതെ, സാരമില്ല നമുക്ക് ശരിയാക്കാം, അമ്മ കൂടെയുണ്ട് അല്ലെങ്കിൽ അച്ഛൻ കൂടെയുണ്ട്, മോനിരുന്ന് പഠിച്ചാൽ മതി, മോന് കിട്ടും എന്നുള്ള മോട്ടിവേഷനാണ് കൊടുക്കേണ്ടത്. ഇത് സാധാരണ പാരൻസ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലെയുള്ള കുട്ടികൾ ഒരു 10 വേർഡ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്റ്റേഷൻ കൊടുത്താൽ ചിലപ്പോൾ അവർ 3 ശരിയാക്കിയിട്ടുണ്ടാവുള്ളൂ, ബാക്കി 7 തെറ്റിച്ച് കാണും. അപ്പോൾ അച്ഛനമ്മമാർ ഷൗട്ട് ചെയ്യും. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നോക്കൂ മോനെ 3 കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലേ, അപ്പോൾ പതുക്കെ ബാക്കിയുള്ളതും കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ പഠനം നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനോടാണ്.
അതായത് ടീച്ചേഴ്സിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും കുഞ്ഞുങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത്. അതായത് ഇപ്പോൾ ക്ലാസ്സിൽ ഒരു 10-30 കുട്ടികളുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും ഇവരുടെ പ്രോബ്ലം എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റു കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ അവരെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് പഠനത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പാരൻസിനോട് പറയണം. അതായത് മറ്റുള്ള കുട്ടികളുടെ പോലെ ഇവൻ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അടുത്ത് കൊണ്ടുപോയി അവൻ്റെ പഠന പ്രശ്നങ്ങൾക്ക് വേണ്ട റെമഡിയൽ ട്രെയിനിങ് എടുക്കണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് എല്ലാ പാരൻസും വർക്കിംഗ് ആണ്. മിക്കവാറും 6-7 മണിയായിട്ടാണ് പലരും വീട്ടിലെത്തുക തന്നെ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വീട്ടുജോലികൾ ചെയ്യണം, കുഞ്ഞുങ്ങളുടെ പഠനം നോക്കണം, ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഡേ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ അവർക്ക് റെഡിയാക്കണം. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ കുഞ്ഞുങ്ങളുടെ ഇതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ അവർക്ക് സ്കൂളിലെ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ അവർ റിപ്പോർട്ട് കാർഡ് കാണുമ്പോൾ അവർ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും, നീ എന്തുകൊണ്ട് പഠിച്ചില്ല, മറ്റേ കുട്ടി നല്ലോണം പഠിക്കുന്നുണ്ടല്ലോ, നിൻ്റെ ക്ലാസ്സിലത്തെ മറ്റേ കുട്ടിക്ക് കുഴപ്പമില്ല, നിനക്ക് മാത്രം എന്താ കുഴപ്പം എന്നാണ് പാരൻസിൽ അധികം പേരും ചിന്തിക്കുന്നത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ കൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇനിയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കുട്ടി അറിയാതെ തെറ്റിപ്പോയാൽ തന്നെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത് ടീച്ചേഴ്സും സ്കൂളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ സ്ലോ ആയിട്ട് എഴുതുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. സ്ലോ ലേണേഴ്സിൽ വരുന്ന കുട്ടികൾ അധികം തന്നെ പതുക്കെയാണ് അവർക്ക് എഴുതാൻ പറ്റുള്ളൂ. മറ്റുള്ള കുട്ടികൾ എഴുതുന്ന പോലെ സ്പീഡിൽ അവർക്ക് അത് എഴുതാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് കുറച്ച് കൂടുതൽ സമയം കൊടുത്താൽ മതി. ഒന്നല്ലെങ്കിൽ അവരെ എന്താ പറയുക, ടേബിളിൻ്റെ അടുത്ത് നിർത്തിക്കൊണ്ട് അവരോട് ബോർഡിൽ നിന്ന് കോപ്പി ചെയ്ത് എഴുതാൻ പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു കുട്ടികളുടെ ഒപ്പം തന്നെ എത്താൻ പറ്റും. ഇത് സ്കൂളിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള പെൻഡിങ് വർക്കുകൾ കുറേ ഉണ്ടായിരിക്കും. അപ്പോൾ ടീച്ചേഴ്സ് പാരൻസിനോട് വിളിച്ചു പറയും, നോക്കൂ നിങ്ങളുടെ കുട്ടിയുടെ നോട്ട് കംപ്ലീറ്റ് അല്ല, അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെയുള്ള പരാതികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ പാരൻസ് കൂടുതൽ സ്ട്രെസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഒരു അറ്റൻഷൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള കുട്ടികൾക്ക് വളരെ സഹായകമായിരിക്കും. അതുപോലെ തന്നെ പാരൻസിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി അടുത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് നമുക്ക് കുറച്ച് എക്സസൈസുകളുണ്ട്. അതായത് ബ്രെയിൻ ആക്ടിവേറ്റ് കൂടുതൽ അതിനെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതുപോലെയുള്ള കുട്ടികൾക്ക് നമുക്ക് ബ്രെയിൻ ജിം എന്ന് പറയും സാധാരണ. ഈ ബ്രെയിൻ ജിമ്മിൽ പറയുന്ന ഒരു ആദ്യത്തെ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ക്രോൾ ബ്രെയിൻ ജിം എന്ന് പറയും. പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ക്രോസ് ക്രോൾ ബ്രെയിൻ ജിം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, കുട്ടികളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയുക. അതിനുശേഷം വലത് കൈ കൊണ്ട് ഇടത് കാൽമുട്ട് ടച്ച് ചെയ്യാൻ പറയണം. അതിനുശേഷം ഇടത് കൈ കൊണ്ട് വലത് കാൽമുട്ട് ടച്ച് ചെയ്യാനായിട്ട് പറയണം. ഇത് മാറി മാറി ചെയ്യുകയാണെങ്കിൽ കുറച്ചു നേരം, അതായത് ഒരു 10 തൊട്ട് 20 തവണയെങ്കിലും ഇത് ചെയ്യിപ്പിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൻ്റെ 2 ഡിവിഷൻസ് ഉണ്ടല്ലോ, നമ്മൾ പറയില്ലേ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആൻഡ് റൈറ്റ് ഹെമിസ്ഫിയർ എന്നൊക്കെ പറയുന്നത്. അതുപോലെയുള്ള ബ്രെയിനിൻ്റെ 2 വശവും ഒരേപോലെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അവരുടെ അറ്റൻഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ വരും. അതേപോലെ തന്നെ ഏകാഗ്രത, അറ്റൻഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഏകാഗ്രത, അത് കുറച്ചും കൂടി നല്ല രീതിയിൽ, ശ്രദ്ധ കുറേ കൂടി നല്ല രീതിയിൽ പതുക്കെ നമുക്ക് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെയുള്ളതാണ് ക്ലാപ്പ് പാറ്റേൺ എന്ന് പറയും. ഈ ക്ലാപ്പ് പാറ്റേൺ ഗെയിമിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്കറിയാം ക്ലാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈയടിക്കലാണല്ലേ. നമ്മൾ തന്നെ പല രീതിയിൽ കൈയടിക്കാറില്ല. നമ്മളൊരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ സ്പീഡിൽ നമ്മൾ കൈയടിക്കും അല്ലേ. ചിലപ്പോൾ നമ്മൾ വളരെ സ്ലോ ആയിട്ടും കൈയടിക്കും. അതായത് ഈ ക്ലാപ്പിങ്ങിൽ തന്നെ പല പാറ്റേണുകളുണ്ട്. അപ്പോൾ നിങ്ങൾ കുഞ്ഞിനോട് പറയേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളൊരു പാറ്റേൺ കാണിച്ചു കൊടുത്തുകൊണ്ട് കുഞ്ഞിനോടത് ആവർത്തിക്കാനായിട്ട് പറയുക. അതുപോലെ ഒരു 5-6 ടൈപ്പ് ക്ലാപ്പിംഗ് പാറ്റേൺ കാണിച്ചു കൊടുക്കുക. പിന്നീട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ക്ലാപ്പിംഗ് പാറ്റേണിലേക്ക് കൂടി മാറ്റുക. അങ്ങനെ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുമ്പോൾ അവരുടെ ലിസണിങ് സ്കിൽ കൂടും, മനസ്സിലായി. അതുപോലെ തന്നെ ഓഡിറ്ററി മെമ്മറിയും കൂടും, അറ്റൻഷൻ സ്പാനും കൂടും. ഇതാണ് ഈ ഗെയിമിലൂടെ കുട്ടികൾക്ക് കിട്ടുന്ന പ്രധാന എന്താ പറയുക എസൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ മെമ്മറി ട്രേ ഗെയിം എന്ന് പറയുന്ന വേറൊരു ഗെയിമുണ്ട്. ഈ മെമ്മറി ട്രേ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങളൊരു ട്രേ എടുക്കുക, അതിനകത്ത് ഒരു 8 മുതൽ 10 വരെയുള്ള കുറച്ച് സാധനങ്ങൾ അതിൽ വെക്കുക.
എന്നിട്ട് ഒരു 30 സെക്കൻഡ് കുഞ്ഞിനോട് പറയുക, അതിലേക്ക് നോക്കി നിൽക്കൂ, അതിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കൂ. എന്നിട്ട് ആ ട്രേ അടച്ചു വെച്ചിട്ട് കുഞ്ഞിനോട് കണ്ട സാധനങ്ങൾ കാണാതെ പറയാൻ പറ്റും. ആ ട്രേയിൽ എന്തൊക്കെ സാധനങ്ങൾ മോൻ കണ്ടു. ചിലപ്പോൾ കുട്ടികൾ 2 എണ്ണമായിരിക്കും പറയുക, ചിലപ്പോൾ ഒരു 4 എണ്ണം പറഞ്ഞു എന്ന് വരും, ചിലപ്പോൾ ഒരു മിക്കവാറും അത്രയൊക്കെ തന്നെ അവർ പറയുള്ളൂ, ഇതുപോലെയുള്ള പ്രോബ്ലം ഉള്ള കുട്ടികളാണെങ്കിൽ. അപ്പോൾ വീണ്ടും കാണിച്ചു കൊടുക്കുക. ഇതും ഡെയിലി ചെയ്യേണ്ട ഒരു വർക്കാണ്, അല്ലെങ്കിൽ ഒരു എക്സസൈസാണ്. ഇനി അടുത്തതാണ് ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം. ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഫൈൻഡ് ദ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? പണ്ട് മുതലേ ബാലരമയിലും കളിക്കുടുക്കയിലും പിന്നെ പൂമ്പാറ്റയിലൊക്കെ വരുന്ന 2 ചിത്രങ്ങൾ കൊടുത്തിട്ട് വ്യത്യാസം കണ്ടുപിടിക്കാൻ പറയില്ലേ, അതാണ് ഈ ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ആ 2 പിക്ചർ അവർ നോക്കി ശ്രദ്ധയോടുകൂടി അതിലത്തെ വ്യത്യാസങ്ങൾ അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ, അതായത് അവരുടെ ഈ പറഞ്ഞ മാതിരി കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ കൂടും. അതുപോലെ തന്നെ ശ്രദ്ധ നല്ല രീതിയിൽ മാറും. ഇതുപോലെയുള്ള എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഇതൊക്കെ അവരുടെ ബ്രെയിനിന് നല്ല രീതിയിലുള്ള ബൂസ്റ്റിംഗ് ആണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് കൂടാതെ തന്നെ ഇനി സൗണ്ട് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഈ പേര് പോലെ തന്നെ ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങൾ അവർക്ക് കുട്ടികളോട് അല്ലെങ്കിൽ കുഞ്ഞിനോട് പറയാം, മലയാളത്തിലെ ഒരു അക്ഷരം അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊരു അക്ഷരം കൊടുത്തിട്ട് അതിൽ തുടങ്ങുന്ന ഒരു 5 വാക്ക് പറയാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയുകയാണ് മാല് തുടങ്ങുന്ന, മലയാളത്തിലെ മാ എന്നുള്ള അക്ഷരത്തിൽ തുടങ്ങുന്ന 5 വാക്ക് പറയണം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചിരിക്കും, അവർക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്യാം ഒന്ന്, അതായത് നമ്മൾ ക്ലൂ കൊടുക്കുക എന്ന് പറയില്ലേ. അതുപോലെ മരം, മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിനോടനുബന്ധിച്ച് മഴന്നോ പിന്നെ മരം എന്നോ ഒക്കെ പിന്നീട് പറയും. അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ വേർഡുകളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരിക. പല ലെറ്റേഴ്സ് മാറി മാറി പറയിപ്പിക്കുക. അല്ല ആല് തുടങ്ങുന്നത്, രാല് തുടങ്ങുന്നത്, കാല് തുടങ്ങുന്നത്, അങ്ങനെയൊക്കെ പറയും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് വെച്ചിട്ട് നമുക്ക് സെയിം ഗെയിം തന്നെ നമുക്ക് അവരെ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള ശബ്ദങ്ങളും അതിനോടനുസരിച്ച് വരുന്ന വാക്കുകളും അവർക്ക് കേട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതൊക്കെ അവരുടെ വെക്കാബുലറി കൂട്ടുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു 5 എണ്ണം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ തന്നെ ഒരുപാട് ഗെയിമുകളുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നമ്പേഴ്സ് ജോയിൻ ചെയ്യുന്ന ബുക്കുകൾ കണ്ടിട്ടില്ലേ, ആക്ടിവിറ്റി ബുക്കുകൾ. അതിലുണ്ടായിരിക്കും നമ്പേഴ്സ് ചിലപ്പോൾ 1 to 70 വരെയോ 1 to 50 വരെയോ ഒക്കെ നമ്പേഴ്സ് ജോയിപ്പിക്കാൻ പറയും. അത് ജോയിൻ ചെയ്യുമ്പോഴെന്താണ്, ചിലപ്പോൾ ഒരു ഷേപ്പ് അതിലുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ആനിമൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രീ ആയിരിക്കാം. അങ്ങനെ പല പാറ്റേണിലുള്ള പിന്നെ ഷേപ്സുകൾ നമുക്ക് കിട്ടും അതിൽ. അപ്പോൾ ഈ നമ്പേഴ്സ് ജോയിൻ ചെയ്യിക്കുന്നത് വഴി അവരതിൻ്റെ ഓർഡർ പഠിക്കുകയും ശ്രദ്ധ കൂട്ടാനുള്ള ഒരു എക്സസൈസും കൂടിയാണ് ഈ നമ്പേഴ്സ് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വരുന്നതാണ് കളർ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ കളർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ പാരൻസും വിചാരിക്കുമോ അത് അവർ ചെറുപ്പം മുതലേ ചെയ്യണതല്ലേ, ഇഷ്ടംപോലെ കളറിങ് ബുക്കുകളും ക്രയോൺസും ഞങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളത് വെറുതെ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവരോട് പറയേണ്ട കാര്യം അവരുടെ കൂടെ ഇരുന്നിട്ട് ആ വരകളുടെ പുറത്ത് പോവാതെ കൃത്യമായിട്ട് അതിനകത്ത് കോറി വരയ്ക്കാതെ വളരെ നീറ്റായിട്ട് കളർ ചെയ്യാനായിട്ട് പറയണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മാതിരി ശ്രദ്ധ കൂട്ടാനുള്ള വേറൊരു കാര്യം കൂടിയാണ്. പല കുട്ടികൾക്കും കളർ ചെയ്യാൻ തന്നെ ഇഷ്ടമില്ല. അപ്പം എൻ്റെ അടുത്ത് വരുന്ന പല കുട്ടികൾക്കും ഞാൻ ചോദിക്കും കളർ ചെയ്യാൻ തരട്ടെ, അപ്പോൾ ഓരോരു വേണ്ട, ഇഷ്ടമില്ല. എന്താണ്, ശ്രദ്ധിച്ച് അവിടെ ഇരിക്കണ്ടേ, അതുകൊണ്ട് അവർക്കത് ഇഷ്ടമില്ല. അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് ബീഡ്സ്. നമ്മൾ വാങ്ങിക്കാൻ കിട്ടും നമുക്കതൊക്കെ. പല കളേർഡായിട്ടുള്ള കളറിലുള്ള മുത്തുകൾ വാങ്ങിക്കാൻ കിട്ടും, കുറച്ച് വലിയ ബോളുകൾ മുത്തുകൾ. അതെടുത്തിട്ട് നമുക്ക് അത് ഒരു ചെറിയൊരു ചരടിൽ കോർത്ത് ഇതാക്കാൻ പറയാം. പല കളേഴ്സ് ഒരുമിച്ചോ മിക്സ് ചെയ്തിട്ടൊക്കെ ഈ മുത്തുകൾ കോർക്കാൻ പറയാം. ഈ മുത്തുകൾ കോർക്കുമ്പോഴൊക്കെ ഇവരുടെ ശ്രദ്ധ കൂടുന്ന എക്സസൈസുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ ആക്ടിവേറ്റ് ആവാനും നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വീട്ടിലും കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യിക്കണം. അതായത് ഒരു അരമണിക്കൂർ നിങ്ങൾ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യിപ്പിക്കുക, ഈ ബ്രെയിൻ ബൂസ്റ്റേഴ്സൊക്കെ ചെയ്യിപ്പിക്കുക. അപ്പോൾ തന്നെ പതുക്കെ അവരുടെ ശ്രദ്ധ വരും, അവർക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും കൂടി വരും. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് ഇന്നത്തെ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ചാണ്. അതായത് എല്ലാ പാരൻസും പറയുന്നുണ്ട്, എന്താ പറയുക, മൊബൈൽ എടുത്താൽ താഴെ വയ്ക്കില്ല, എത്ര ചോദിച്ചാലും തരില്ല,
വഴക്ക് കൂടി കഴിഞ്ഞാലും ബഹളം വെച്ചാലും 2 അടി കൊടുത്താലും പിന്നെയും ഫോൺ എടുത്തിട്ട് പോവും, എത്ര ഒളിപ്പിച്ച് വെച്ചിട്ടും കാര്യമില്ലെന്നൊക്കെ പറയും. എപ്പോഴാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ മൊബൈലിലേക്ക് മാറിയത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോവിഡ് തുടങ്ങിയ സമയത്ത് അല്ലേ? കോവിഡ് വന്നതോട് കൂടിയിട്ടാണ് എന്തായത്, ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലേക്ക് മാറി. അച്ഛനമ്മമാർ വീട്ടിലിരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛനമ്മമാർ മൊബൈലിൽ, കുട്ടികളും മൊബൈലിൽ, കമ്മ്യൂണിക്കേഷൻ അവിടെ വളരെ കുറയാണ് ഉണ്ടായത്. അപ്പോൾ മൊബൈലിൽ കുട്ടികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കഴിഞ്ഞ 2022 തന്നെ. പക്ഷേ എന്നാലും കുട്ടികളുടെ കയ്യിൽ നിന്ന് ആരും മൊബൈൽ മാറ്റി വെച്ചില്ല. അപ്പോൾ നിങ്ങൾ പറയും എത്ര ചോദിച്ചാലും അവൻ തരില്ല, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, വഴക്കുണ്ടാക്കുകയാണെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൊബൈൽ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒട്ടും നന്നല്ല, പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ തന്നെ. കാരണം അവരുടെ ഒരു വിരൽത്തുമ്പിൻ്റെ അകത്ത് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാനും അറിയാനും സാധിക്കും. അവർ സെർച്ച് ചെയ്യുന്ന സൈറ്റുകളോ അല്ലെങ്കിൽ അവർ കാണുന്ന കാഴ്ചകളോ നമ്മൾ ആരും അറിയില്ല. കാരണം അവർക്ക് സെർച്ച് ചെയ്യുന്ന ഹിസ്റ്ററിയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള അറിവ് അവർക്കുണ്ട്. അപ്പോൾ പല പാരൻസും പറയും, അയ്യോ എൻ്റെ മകൻ ഭയങ്കര മിടുക്കനാണ്, മൊബൈലത്തെ എല്ലാം അവൻ നല്ല രീതിയിൽ ചെയ്യും. ഒറ്റ തവണ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, കൃത്യമായിട്ട് അവൻ അതൊക്കെ ചെയ്യുന്നു. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, മൊബൈൽ ഉപയോഗിക്കാൻ കണ്ണും ചെവിയും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ എല്ലാ കാര്യങ്ങളും അതിൽ ഐക്കണായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു റിസീവറിൻ്റെ ചിത്രം അവിടെ കാണാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ ഫോൺ കോൾ ചെയ്യാനുള്ള ഐക്കണാണെന്ന് അറിയാം. അതുപോലെ തന്നെ വാട്സപ്പ് എടുക്കാനറിയാം, ഫേസ്ബുക്ക് എടുക്കാനറിയാം. എഫ് എന്ന് കണ്ടാൽ അത് ഫേസ്ബുക്കാന്ന് അവർക്ക് തിരിച്ചറിയും. അപ്പോൾ അതൊന്നും കുഞ്ഞുങ്ങളുടെ കഴിവുകളല്ല, മനസ്സിലായോ? അപ്പോൾ മൊബൈൽ എത്രമാത്രം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതോ അത്രമാത്രം അത് അവരുടെ പഠനത്തിനെ മാത്രമല്ല അവരുടെ സ്വഭാവത്തിനെ വരെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. ഞാനിതെല്ലാം പറയുന്നത് എൻ്റെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഈ മൊബൈൽ അഡിക്ഷനുള്ള കുട്ടികളെ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കാരണം ഇവർ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പോൾ അവർ പിറ്റേ ദിവസം പഠിക്കാനുള്ള ബുക്ക് പോലും എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താണ് ബുക്ക് എടുക്കാൻ മറന്നു എന്ന് പറയുന്നത് തന്നെ ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ചേർന്നൊരു വാക്കല്ല ശരിക്കും പറഞ്ഞാൽ. അതെ, പ്രായമായവർക്കാണ് മറവി എന്നൊക്കെ നമ്മൾ പണ്ടും പറയാറ്. പക്ഷേ ഇന്നത്തെ ചെറിയ കുട്ടികൾക്ക് വരെ മറവിയാണ്. എന്തുകൊണ്ടാണ് മറവി? മൊബൈൽ ഉപയോഗം തന്നെ, അല്ലെങ്കിൽ അമിതമായിട്ട് TV കാണുക, ലാപ്ടോപ്പ് ഉപയോഗിക്കുക, ടാബ് ഉപയോഗിക്കുക. അപ്പോൾ ഈ കണ്ണും ചെവിയും ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പഠനം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പഠിക്കുമ്പോൾ കണ്ണും ചെവിയും മാത്രം പോരാ, ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി വേണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ എഴുതി പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് വരുമ്പോൾ അതിൽ പല ലെറ്റേഴ്സും മിസ്സിംഗ് ആയിരിക്കും. അതായത് അവർ എന്തൊക്കെയോ ചിന്തിച്ചിട്ടാണ് അവരവരുടെ കാര്യങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ഒരിക്കലും അവർ ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ സ്കൂളിൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാവാത്തതല്ല, അവിടെ അവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അച്ഛനമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുഞ്ഞിനെ മൊബൈല് ബലമായിട്ട് പിടിച്ചു വാങ്ങുകയല്ല, അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളത് മാറ്റണം. അല്ലാന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ കുറച്ച് നാളത്തേക്ക് ഉപേക്ഷിക്കും. നിങ്ങളൊരു നോർമൽ ഫോൺ കോൾ ചെയ്യാൻ പറ്റുന്ന നോർമൽ ഒരു ഫോൺ മേടിക്കും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്താതെ തന്നെ നിങ്ങൾക്കത് ശരി. പല പാരൻസും അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ നിർബന്ധമായിട്ട് പറയുമ്പോൾ പലരും ചെയ്തിട്ടുണ്ട് അങ്ങനെ. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബെറ്റർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ തന്നെ ചെയ്യേണ്ടി വരും, മനസ്സിലായോ? അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളുടെ പഠനവും അതേപോലെ തന്നെ ബ്രെയിൻ ജിമ്മുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ പുവർ മെമ്മറി എന്നുള്ള സ്റ്റേറ്റിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ലപോലെ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിലും പഠനത്തിലും എല്ലാ മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഒരുപാട് അച്ഛനമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കണ്ടൻസാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി